ഈ കിടക്കുന്നതാണ് നമ്മുടെ സെൽറ്റോസിൻ്റെ HTK+ 2024 ഏപ്രിൽ കഴിഞ്ഞിറങ്ങിയ ട്രിമ്മാണ്. ഇൻ പർട്ടിക്കുലർ നമുക്ക് ഈ ഒരു ട്രിമ്മിലാണ് ശരിക്കും പറഞ്ഞാൽ HTK+ൽ നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് സൺറൂഫ് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നേരത്തെ HTK+ൽ നമുക്ക് സൺറൂഫ് ഉണ്ടായിരുന്നില്ല, പക്ഷേ വേറെ പല ഫീച്ചേഴ്സും ഉണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഇൻറ്റീരിയറും അതുപോലെ ബൂട്ടും ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ HTK+ൻ്റെ പുതിയ, അതായത് 2024 വരുമ്പോൾ നമുക്ക് ബൂട്ട് ഈ ഒരു ടൈപ്പാണ് വരുന്നത്. സെയിം ഡയമെൻഷൻ കാര്യങ്ങളെല്ലാം എക്സാക്ട് സെയിം ആണ്, പക്ഷേ നമുക്കിവിടെ ഒരു പാഴ്സൽ ട്രേ വാനിഷ് ആയിപ്പോയി. പകരം നമുക്ക് സൺറൂഫ് വന്നിട്ടുണ്ട്. എന്നാൽ അത് മാത്രമല്ല, നമുക്ക് ഇതിൻ്റെ ഡ്രൈവിംഗ് സൈഡിലോട്ട് നോക്കുമ്പോൾ തന്നെ നേരെ ഇവിടെ ഓട്ടോ ഫോൾഡിങ് മിററിൻ്റെ ആ ഒരു സ്വിച്ചും വാനിഷ് ആയിപ്പോയി. സിംഗിൾ ഹോണാണ് വരുന്നത്, പകരം ഡീ കട്ട് സ്റ്റിയറിംഗ് വീൽ കൊടുത്തിട്ടുണ്ട്, പാൻഡ്രോമിക് സൺറൂഫും കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇനിയിപ്പോൾ സൺറൂഫ് ആവശ്യമില്ല, ഇത്രയും എന്താ പറയുക, സൺറൂഫിൻ്റെ ഒരു കാര്യമില്ല ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ നിന്ന് ചിന്തിക്കുന്നവർക്ക് തൊട്ടിപ്പുറത്ത് സെൽറ്റോസിൻ്റെ HTK+ൻ്റെ തന്നെ 2023 ട്രിമ്മ് കിടപ്പുണ്ട്. ഈ ഒരു വെഹിക്കിളിൽ സൺറൂഫും വരത്തില്ല, എന്നാൽ K+ തന്നെയാണ്. ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോ ഫോൾഡിങ് മിററിൻ്റെ സ്വിച്ച് അവിടെ തന്നെ ഉണ്ട്. സ്റ്റിയറിംഗ് വീല് ഡീക്കട്ടല്ല, നമുക്ക് റൗണ്ട് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. ബാക്കിയെല്ലാം എക്സാക്ട് സെയിം തന്നെയാണ്. ഇനി നമുക്ക് ബൂട്ടിലോട്ട് നോക്കുമ്പോൾ അവിടെ ആ ഒരു പാഴ്സൽ ട്രേ അങ്ങനെ തന്നെ വരുന്നുണ്ട്. ഓൾമോസ്റ്റ് നമുക്ക് 11,000 റുപ്പീസോളം ഈ ഒരു പാഴ്സൽ ട്രേക്ക് നമ്മുടെ ആക്സസറീസിൽ പ്രൈസ് വരുന്നുണ്ട്. സോ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ട്രിമ്മിന് 17 lakh പ്ലസ് വരുന്നുണ്ട്. ഈ ഒരു ട്രിമ്മിന് 16,00,000 നമുക്ക് ഓൺ റോഡ് ഈ വണ്ടി ഓഫർ കഴിഞ്ഞിട്ട് നമുക്ക് ഇറക്കാൻ പറ്റും. So if you are looking for a value for money deal means this gonna be one of the choice. Okay, so ഇതിൻ്റെ എൻക്വയറി കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയിക്കുക. സോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.